അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഓക്കെ, നമ്മളിന്ന് ക്ലാസ് 9ലെ ട്രയാങ്കിൾസ് എന്ന ചാപ്റ്ററാണ് നോക്കുന്നത്. ഇൻട്രൊഡക്ഷനാണ്. ഓക്കെ, സോ ഒരു ചാപ്റ്റർ തുടങ്ങുമ്പോൾ ആദ്യം പഠിക്കേണ്ടത് ഇതിൻ്റെ ഹെഡിങ്. ഓക്കെ, ട്രയാങ്കിൾസ് എന്ന് പറഞ്ഞാൽ എന്താ ആക്ച്വലി? വാട്ട് യു മീൻ ബൈ ട്രയാങ്കിൾ? ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു 3 sided ഫിഗർ, ഒരു ക്ലോസ്ഡ് ഫിഗർ വിത്ത് ഹാവ് 3 sides അല്ലേ? ഒരു ക്ലോസ്ഡ് 3 sided ഫിഗറാണ് നമ്മൾ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ആക്ച്വലി ട്രയാങ്കിൾ, വേർഡിൽ നിന്ന് തന്നെ ട്രയാങ്കിൾസ് എന്ന് പറഞ്ഞാൽ എന്താണുണ്ട്? ട്രയാങ്കിൾസ് മീൻസ് ട്രൈ ആൻഡ് ആംഗിൾ. ഓക്കെ, ട്രൈ ആൻഡ് ആംഗിൾ ആണ് ട്രയാങ്കിൾ. ട്രൈ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 3. ട്രൈ, ഓക്കെ, ട്രൈ മീൻസ് 3. ഓക്കെ, ആൻഡ് ആംഗിൾ മീൻസ് യു നോ വാട്ട് ഈസ് എൻ ആംഗിൾ. സോ 3 ആംഗിളുള്ള ഒരു ക്ലോസ്ഡ് ഫിഗറിനെയും നമ്മൾ ട്രയാങ്കിൾ എന്ന് പറയും. ഓക്കെ, ഒരു ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഒരു പോളിഗണാണ്. ഓക്കെ, ക്ലോസ്ഡ് ഫിഗർ, ഒരു 3 sided ക്ലോസ്ഡ് ഫിഗർ ഒരു പോളിഗണാണ്. ഈ പോളിഗൺ 3 സൈഡുള്ള പോളിഗണിന് നമുക്ക് ട്രയാങ്കിൾ എന്ന് പറയാം, അല്ലെങ്കിൽ ട്രൈ ആംഗിളുള്ള അല്ലെങ്കിൽ 3 ആംഗിളുള്ള ഒരു ക്ലോസ്ഡ് ഫിഗറിനെയും നമുക്ക് ട്രയാങ്കിൾ എന്ന് പറയാം. അപ്പം നമ്മൾ പറഞ്ഞു ട്രയാങ്കിളിൽ എത്ര സൈഡ് ഉണ്ട്? 3 സൈഡ്. ഫോർ എക്സാമ്പിൾ ഇത് ട്രയാങ്കിൾ ABC എന്നിരിക്കട്ടെ. ഓക്കെ, അപ്പോൾ ഈ ട്രയാങ്കിളിൽ 3 സൈഡുണ്ട്. ഓക്കെ, AB എന്ന് പറഞ്ഞൊരു സൈഡുണ്ട്, BC എന്ന് പറഞ്ഞ വേറൊരു സൈഡുണ്ട്, AC എന്ന് പറഞ്ഞ വേറൊരു സൈഡുണ്ട്. ഓക്കെ, അപ്പോൾ ട്രയാങ്കിളിൽ എത്ര സൈഡുണ്ട്? 3 സൈഡുണ്ട്. ഏതൊക്കെയാണ്? AB എന്നൊരു സൈഡുണ്ട്, BC ആൻഡ് AC. ഓക്കെ, ഈ ട്രയാങ്കിളിൽ എത്ര ആംഗിളുണ്ട്? ട്രയാങ്കിൾ എന്ന് പറയുന്ന വേർഡിൽ തന്നെ ട്രൈ ആംഗിളാണ് ഉള്ളത്, അല്ലെങ്കിൽ 3 ആംഗിളാണ് ഉള്ളത്. ഓക്കെ, അതായത് ആംഗിൾസ് എത്രയൊക്കെ ഉണ്ട്? 3 ഉണ്ട്. ആംഗിൾ A, ആംഗിൾ B ആൻഡ് ആംഗിൾ C. ഓക്കെ, ഈ പോയിന്റ് ഇല്ലേ, പോയിന്റ് A അല്ലെങ്കിൽ ഈ എൻ പോയിന്റ് B, ഈ എൻ പോയിന്റ് C, ഈ 3 എൻ പോയിന്റിനെ നമ്മൾ പറയും വെർട്ടെക്സ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഒരു ട്രയാങ്കിളിന് എത്ര വെർട്ടെക്സ് ഉണ്ട്? 3 വെർട്ടെക്സ് ഉണ്ട്. ഇതിൽ A, B, C ഇതൊക്കെയാണ് 3 വെർട്ടെക്സ്. ഓക്കെ, ഇതാണ് ബേസിക്കലി വാട്ട് ഈസ് എ ട്രയാങ്കിൾ. ട്രയാങ്കിൾ ഡെഫിനിഷൻ എന്ന് പറയുമ്പോൾ, ട്രയാങ്കിൾ ഇസ് എ 3 sided polygon or a polygon with 3 angles or a polygon with 3 sides. ഓക്കെ, ഇതാണ് എ ട്രയാങ്കിളിൻ്റെ ഡെഫിനിഷൻ. ഇനി ട്രയാങ്കിള് ഈ ആംഗിളിൻ്റെ ബേസിലും ഈ സൈഡിൻ്റെ ബേസിലും ഈ ട്രയാങ്കിളിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഫോമിലേക്ക് ഈ ട്രയാങ്കിളെ വേർതിരിച്ചിട്ടുണ്ട്. ഓക്കെ, ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ സൈഡ്സ്. ഓക്കെ, ഒരു ട്രയാങ്കിളിൻ്റെ സൈഡിനെ ബേസ് ചെയ്തിട്ട് ട്രയാങ്കിളിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ആദ്യം തന്നെ ഒരു ട്രയാങ്കിളിൻ്റെ 3 സൈഡും ഈക്വൽ ആണെങ്കിൽ, ഓക്കെ, ഒരു ട്രയാങ്കിളിൻ്റെ 3 സൈഡും ഈ സൈഡ്, ഈ സൈഡ്, ഈ സൈഡ് 3 സൈഡും ഈക്വൽ ആണെങ്കിൽ ആ ട്രയാങ്കിളിൻ്റെ പേര് പറയും ഇക്വിലേറ്ററൽ ട്രയാങ്കിൾ. ഇക്വിലേറ്ററൽ ട്രയാങ്കിൾ. ട്രയാങ്കിളിൻ്റെ ഷോർട്ട് ഫോമാണ് ട്രയാങ്കിൾ. ഒരു ട്രയാങ്കിൾ സിമ്പിൾ ആൻഡ് LE അറ്റ് ദ ടോപ്പ്. ഓക്കെ, ഇക്വിലേറ്ററൽ ട്രയാങ്കിൾ, ഒരു ട്രയാങ്കിളിൻ്റെ 3 സൈഡും ഈക്വൽ. ഓക്കെ, ഇനി അടുത്ത ക്ലാസിഫിക്കേഷനാണ്, സെക്കൻഡ് ക്ലാസിഫിക്കേഷനാണ് സ്കാലൻ ട്രയാങ്കിൾ. സ്കാലൻ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ, ഇക്വിലേറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എല്ലാ സൈഡും ഈക്വൽ ആണ്. ഓക്കെ, സ്കാലൻ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എല്ലാ സൈഡും ഡിഫറെൻ്റ് ആണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഈ ട്രയാങ്കിൾ ഈ സൈഡിനെക്കാട്ടും ഈ സൈഡാണ് ഏറ്റവും ചെറുത്, ഇതിനെക്കാട്ടും വലിയ സൈഡാണ് ഈ സൈഡ്, ഈ 2 സൈഡിനെക്കാളും വലിയ സൈഡാണ് ഈ സൈഡ്. അതായത് എല്ലാ സൈഡും ഡിഫറെൻ്റ് ആണ്. ഓക്കെ, ഈ സൈഡും ഈ സൈഡും ഈ സൈഡും ഒരു 3 സൈഡും ഡിഫറെൻ്റ് ആണ്. ഈ ട്രയാങ്കിൾ നമ്മൾ എന്താ പറയും? സ്കാലൻ ട്രയാങ്കിൾ എന്ന് പറയും. ഓക്കെ, ഇനി മൂന്നാമതൊരു ട്രയാങ്കിൾ ഉണ്ട്. ആ ട്രയാങ്കിളിൻ്റെ പേരാണ് ഐസോസെലസ് ട്രയാങ്കിൾ. അപ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ പ്രത്യേകത എന്തായിരിക്കും? ഇവിടെ എല്ലാ സൈഡും ഈക്വലാണ്. സ്കാലൻ ട്രയാങ്കിൾ എല്ലാ സൈഡും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഐസോസെലസ് ട്രയാങ്കിളിൻ്റെ പ്രത്യേകത എന്തായിരിക്കും? ഇവിടെ 2 സൈഡ് മാത്രം ഈക്വൽ ആണ്. ഈ സൈഡും ഈ സൈഡും ഈക്വൽ ആണ്.
ഓക്കെ, ഇതാണ് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ സൈഡ്സ്. ഇനി അടുത്തതാണ് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ആംഗിൾസ്. ഒരു ട്രയാങ്കിൾ എത്ര ആംഗിൾ ഉണ്ട്? ട്രൈ ആംഗിൾ ഉണ്ട്, അല്ലെങ്കിൽ 3 ആംഗിൾ ഉണ്ട്. ഈ ആംഗിളിനെ ക്ലാസ് ബേസ് ചെയ്തിട്ട് 3 ക്ലാസിഫിക്കേഷൻ ഓഫ് ട്രയാങ്കിൾസ് ഉണ്ട്. ഓക്കെ, നമ്മൾ പല ആംഗിൾസ് പഠിച്ചിട്ടുണ്ട് ചെറിയ ക്ലാസ്സിലൊക്കെ. ആംഗിൾ ബിലോ 90 ഡിഗ്രി ഇതിനെ അക്യൂട്ട് ആംഗിൾ എന്ന് പറയും. ഓക്കെ, ആംഗിൾ ദാറ്റ് ഈസ് 90 ഡിഗ്രി ഇതിനെ റൈറ്റ് ആംഗിൾ എന്ന് പറയും. ഓക്കെ, ആംഗിൾ ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി ഇതിന് നമ്മളെന്ത് പറയും? ഒബ്റ്റ്യൂസ് ആംഗിൾ എന്ന് പറയും. ഇങ്ങനെ പിന്നെ കുറേ ക്ലാസിഫിക്കേഷൻ ഓഫ് ആംഗിൾസ് ഉണ്ട്. റിഫ്ലക്സ് ആംഗിൾ ഉണ്ട്, സ്ട്രെയിറ്റ് ആംഗിൾ ഉണ്ട്, കംപ്ലീറ്റ് ആംഗിൾ ഉണ്ട്. ഓക്കെ, ഒരു ട്രയാങ്കിളിൽ വരാൻ ചാൻസ് ഉള്ള ഈ 3 ആംഗിൾസാണ് ഉള്ളത്. ഓക്കെ, അക്യൂട്ട് ആംഗിൾ, റൈറ്റ് ആംഗിൾ, ഒബ്റ്റ്യൂസ് ആംഗിൾ. ഈ 3 ആംഗിളിനെ ബേസ് ചെയ്തിട്ടാണ് 3 ടൈപ്സ് ഓഫ് ട്രയാങ്കിൾസ് ഉള്ളത്. ഓക്കെ, ഫസ്റ്റ് ട്രയാങ്കിൾ ഈസ് അക്യൂസ്ഡ് ആംഗിൾ ട്രയാങ്കിൾ. First classification or first model is acute angled triangle. Okay, acute angled triangle means ഇതിൻ്റെ പേരിൽ നിന്ന് വ്യക്തമാണ്. എന്താണ്? ഒരു ട്രയാങ്കിളിൻ്റെ എല്ലാ ആംഗിളും അക്യൂട്ട് ആയിരിക്കും. ഈ 3 ആംഗിളും എന്തായിരിക്കും? 90 ഡിഗ്രിയിൽ കുറവായിരിക്കും, ലെസ് ദാൻ 90 ഡിഗ്രി ആയിരിക്കും. പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, ഓൾ ആംഗിൾസ് ആർ less than 90 degree. Okay, all angles are less than 90 degree, then we call it is an acute angled triangle. Okay, ഇതാണ് ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ. സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ ആണ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ നമുക്കറിയാം. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ട്രയാങ്കിളിൻ്റെ ഒരു ആംഗിൾ എന്തായിരിക്കും? റൈറ്റ് ആംഗിൾ ആയിരിക്കും, ഓർ 90 ഡിഗ്രി ആയിരിക്കും. ഈ മോഡൽ ട്രയാങ്കിളിനെ നമ്മൾ എന്താ പറയുക? റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. പക്ഷെ ഇതിനൊരു പ്രത്യേകത ഉണ്ട്. റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന് ഏതെങ്കിലും ഒരു ആംഗിൾ 90 ഡിഗ്രി ആയാലും മതി. ഓക്കെ, എല്ലാവരും ഒരു ട്രയാങ്കിളിൽ 2 ആംഗിൾ 90 ഡിഗ്രി വരുന്ന ഒരു ട്രയാങ്കിൾ വരക്കാൻ പറ്റുമെന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, സോ ഒരു ട്രയാങ്കിളിൻ്റെ ഏതെങ്കിലും ഒരു ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ ഇതിന് നമ്മൾ പറയും റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. ഓക്കെ, മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് ഒബ്റ്റ്യൂസ് ആംഗിൾഡ് ട്രയാങ്കിൾ. ഓക്കെ, ഒബ്റ്റ്യൂസ് ആംഗിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണെന്ന് അറിയാം. ഒബ്റ്റ്യൂസ് ആംഗിൾ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രിനേക്കാളും വലിയൊരു ആംഗിളിനാണ് നമ്മൾ ഒബ്റ്റ്യൂസ് ആംഗിൾ എന്ന് പറയുക. അപ്പോൾ ഒബ്റ്റ്യൂസ് ആംഗിൾഡ് ട്രയാങ്കിൾ എന്തായിരിക്കും? ഒരു ട്രയാങ്കിളിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് ഓർ ഒരു ആംഗിൾ, ഏതെങ്കിലും ഒരു ആംഗിൾ എന്തായിരിക്കും? ഒബ്റ്റ്യൂസ് ആംഗിൾ ആയിരിക്കണം, 90 ഡിഗ്രിനേക്കാളും കൂടുതലായിരിക്കണം. ഈ ട്രയാങ്കിളിൽ നമ്മൾ എന്ത് പറയും? ഒബ്റ്റ്യൂസ് ആംഗിൾഡ് ട്രയാങ്കിൾ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഒന്ന് ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ അക്യൂട്ട് ട്രയാങ്കിളിൻ്റെ മാത്രം ഒരു പ്രത്യേകത ഉണ്ട്. എല്ലാ ആംഗിളും, ഓൾ ആംഗിൾ ഷുഡ് ബി ലെസ് ദാൻ 90 ഡിഗ്രി. ഓക്കെ, ഓർ ഓൾ ദ ആംഗിൾ ഷുഡ് ബി അക്യൂട്ട്. എല്ലാ ആംഗിളും അക്യൂട്ട് ആണെങ്കിൽ മാത്രമേ അത് അക്യൂട്ട് ട്രയാങ്കിൾ. ഏതെങ്കിലും ഒരു ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ അത് റൈറ്റ് ആംഗിൾ. ആൻഡ് ഏതെങ്കിലും ഒരു ആംഗിൾ ഒബ്റ്റ്യൂസ് ആംഗിൾ ആണെങ്കിൽ അത് ഒബ്റ്റ്യൂസ് ആംഗിൾ ട്രയാങ്കിൾ. ഓക്കെ, ഇതാണ് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ആംഗിൾസ്. ക്ലാസിഫിക്കേഷൻ ഓഫ് ട്രയാങ്കിൾസ് കഴിഞ്ഞു. ഇനി അടുത്തതാണ് കോൺഗ്രുവൻ്റ് ട്രയാങ്കിൾ. കോൺഗ്രുവൻ്റ് ട്രയാങ്കിൾ എന്താണെന്നാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഇതിനു മുമ്പ് നമുക്ക് ട്രയാങ്കിൾ എന്താണെന്ന് അറിയാം. അപ്പോൾ എന്താണ് ഈ കോൺഗ്രുവൻ്റ്? അപ്പോൾ ആദ്യം ഇതെന്താണെന്ന് അറിയണം അല്ലേ, കോൺഗ്രുവൻ്റ് എന്താണെന്ന്. അതിനു മുമ്പ് മീൻസ് രണ്ട് ഫിഗറിൻ്റെ എല്ലാ സൈഡും എല്ലാ ആംഗിളും ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? അതിനെ കോൺഗ്രുവൻ്റ് എന്ന് പറയാം. അപ്പോൾ കോൺഗ്രുവൻ്റിൻ്റെ വേർഡ് മീനിങ് എന്താണ്? അപ്പോൾ കോൺഗ്രുവൻ്റിൻ്റെ വേർഡ് മീനിങ് ആണ് കോൺഗ്രുവൻ്റ് മീൻസ് ഈക്വൽ ഇൻ ഓൾ റെസ്പെക്ട് ഓർ ഫിഗർ ഹൂസ് ഷേപ്സ് ആൻഡ് സൈസ് ആർ ബോത്ത് ദ സെയിം. ഓക്കെ, രണ്ട് തന്ന ഫിഗറിൻ്റെ എല്ലാ ആംഗിളും എല്ലാ സൈസും എല്ലാം ഈക്വൽ ആണെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം? കോൺഗ്രുവൻ്റ് എന്ന് പറയാം. ഓക്കെ, ഉദാഹരണം ATM കാർഡ് ഓർമ്മിച്ചു. അപ്പോൾ കോൺഗ്രുവൻ്റ് ട്രയാങ്കിൾ എന്തായിരിക്കും? അതെ, രണ്ട് ട്രയാങ്കിൾ അതിൻ്റെ എല്ലാ ആംഗിൾസും എല്ലാ സൈഡും ഈക്വൽ ആണെങ്കിൽ ആ രണ്ട് ട്രയാങ്കിൾ നമ്മൾ എന്താ പറയും? കോൺഗ്രുവൻ്റ് ട്രയാങ്കിൾ എന്ന് പറയും. ഫോർ എക്സാമ്പിൾ, ഈ രണ്ട് ട്രയാങ്കിൾ നമ്മൾ എക്സാമ്പിൾ എടുക്കുന്നുണ്ടെങ്കിൽ ABC, PQR, രണ്ട് ട്രയാങ്കിൾ ABC ആൻഡ് ട്രയാങ്കിൾ PQR. ഇത് രണ്ടും കോൺഗ്രുവൻ്റ് ആണെങ്കിൽ ഇതിൻ്റെ ഈ സൈഡും AB എന്ന് പറഞ്ഞ സൈഡും
പി ക്യു എന്ന് പറഞ്ഞ സൈഡും ഈക്വൽ ആയിരിക്കും. അതുപോലെ തന്നെ ബി സി എന്ന് പറഞ്ഞ സൈഡും ക്യു ആർ എന്ന് പറഞ്ഞ സൈഡും ഈക്വൽ ആയിരിക്കും. എ സി എന്ന് പറഞ്ഞ സൈഡും പി ആർ എന്ന സൈഡും ഈക്വൽ ആയിരിക്കും. ഓക്കെ, അതായത് ഈ ട്രയാങ്കിളിൻ്റെ കറസ്പോണ്ടിങ് സൈഡ്സ് ഒക്കെ ഈക്വൽ ആണെങ്കിൽ ഈ രണ്ട് ട്രയാങ്കിളിൻ്റെ കോൺഗ്രൻ്റ് എന്ന് പറയും. അതുപോലെ തന്നെ ഈ രണ്ട് ട്രയാങ്കിൾ കോൺഗ്രൻ്റ് ആണെങ്കിൽ ആംഗിൾസും ഈക്വൽ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ആംഗിൾ എ ആൻഡ് ആംഗിൾ പി ഈക്വൽ ആയിരിക്കും. ആംഗിൾ ബി ആൻഡ് ആംഗിൾ ക്യൂ വിൽ ബി ഈക്വൽ ആൻഡ് ആംഗിൾ സിയും ആംഗിൾ ആറും ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ കോൺഗ്രൻ്റ് ട്രയാങ്കിൾ എന്താണ് മനസ്സിലായിരിക്കുന്നത് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ കോൺഗ്രൻ്റ് ട്രയാങ്കിൾ എന്താണെന്ന് മനസ്സിലാക്കി. ഇനി ഒരു രണ്ട് ട്രയാങ്കിൾ തന്നാൽ അതെങ്ങനെ കോൺഗ്രൻ്റ് ആണെന്ന് കണ്ടുപിടിക്കാം, അതാണ് നമ്മൾ അടുത്തത് ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത ടോപ്പിക്കാണ് ക്രൈറ്റീരിയ ഫോർ കോൺഗ്രൻസ് ഓഫ് എ ട്രയാങ്കിൾ. രണ്ട് ട്രയാങ്കിൾ തന്നാൽ അത് കോൺഗ്രൻ്റ് ആണെന്ന് കണ്ടുപിടിക്കാൻ കുറച്ച് ക്രൈറ്റീരിയ ഉണ്ട്. ആ ക്രൈറ്റീരിയയാണ് നമ്മൾ പഠിക്കുന്നത്. ഞാൻ ഒന്ന് ചുരുക്കി പറയാം, ഇത് നമ്മൾ എക്സ്പ്ലെയിൻഡ് ആയിട്ട് അടുത്ത ടോപ്പിക്ക് മുതൽ പഠിക്കുന്നതാണ്. ഇതൊന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ മിനിമം 4 ക്രൈറ്റീരിയ നമുക്ക് ഇപ്പം പഠിക്കാം. ഓക്കെ, 4-5 കൂടുതലുണ്ട്. ഓക്കെ, 5 ക്രൈറ്റീരിയ ഉണ്ട്. അപ്പോൾ അടുത്ത ടോപ്പിക്കാണ് ക്രൈറ്റീരിയ ഫോർ കോൺഗ്രൻസ് ഓഫ് എ ട്രയാങ്കിൾ. ഒരു ട്രയാങ്കിൾ, രണ്ട് തന്ന ട്രയാങ്കിൾ കോൺഗ്രൻ്റ് ആണെന്ന് കണ്ടുപിടിക്കാൻ കുറച്ച് ക്രൈറ്റീരിയ ഉണ്ട്. ഓക്കെ, ആ ക്രൈറ്റീരിയ ഒക്കെ ഫുൾഫിൽ ചെയ്താൽ നമുക്ക് എന്താ പറയാം, ആ രണ്ട് ട്രയാങ്കിൾ കോൺഗ്രൻ്റ് ആണെന്ന് പറയാം. അതിന് 5 ക്രൈറ്റീരിയ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അതിൻ്റെത് ഫസ്റ്റ് ക്രൈറ്റീരിയ ആണ് എസ് ക്രൈറ്റീരിയ. ഓക്കെ, ഇതിൽ എസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ട്രയാങ്കിളിൻ്റെ സൈഡാണ്. ഓക്കെ, അപ്പോൾ ഈ 3 എസ് എന്തായിരിക്കും, ഒരു ട്രയാങ്കിളിൻ്റെ 3 സൈഡാണ്. ഓക്കെ, അപ്പോൾ ഈ എസ് ക്രൈറ്റീരിയ എന്താ പറയുന്നത് വെച്ചാൽ, നമുക്കിപ്പോൾ രണ്ട് ട്രയാങ്കിൾ തന്നാൽ നമുക്ക് രണ്ട് ട്രയാങ്കിൾ തന്നു എന്ന് വിചാരിക്കുക. ഓക്കെ, ഇതിൻ്റെ ഈ സൈഡും ഓർ കറസ്പോണ്ടിങ് ഓഫ് ഈ ട്രയാങ്കിളിലെ ഈ കറസ്പോണ്ടിങ് സൈഡും ഈക്വൽ ആണെങ്കിൽ, അതുപോലെ തന്നെ രണ്ടാമത്തെ സൈഡും ഈ ട്രയാങ്കിളിലെ രണ്ടാമത്തെ സൈഡും ഈക്വൽ ആണ്, ഈ ട്രയാങ്കിളിലെ മൂന്നാമത്തെ സൈഡും ഈ ട്രയാങ്കിളിലെ മൂന്നാമത്തെ സൈഡും ഈക്വൽ ആണെങ്കിൽ നമുക്കെന്ത് പറയാം, ഈ രണ്ട് ട്രയാങ്കിളും എക്സാക്ട്ലി ഈക്വൽ ആണെന്ന് പറയാം, അല്ലെങ്കിൽ കോൺഗ്രൻ്റ് ആണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ എസ് ക്രൈറ്റീരിയ എന്താണ്, ഒരു ട്രയാങ്കിളിൻ്റെ ഒരു സൈഡും അത് ഈ മറ്റേ ട്രയാങ്കിളിലെ കറസ്പോണ്ടിങ് സൈഡ്, അതായത് ഈ ട്രയാങ്കിൾ ഈ സൈഡാണെങ്കിൽ ഈ ട്രയാങ്കിൾ ഈ സൈഡ്. ഓക്കെ, അതുപോലെ തന്നെ ഈ ട്രയാങ്കിൾ ബേസ്, ഈ ട്രയാങ്കിൾ ഈ സൈഡ്, ഈ ട്രയാങ്കിൾ ഈ സൈഡ്, ഈ ട്രയാങ്കിൾ ഈ സൈഡ്. അങ്ങനെ ഈ ട്രയാങ്കിളിൽ ഏതൊക്കെ സൈഡുണ്ടോ ഈക്വൽ ആണോ അതിൻ്റെ തന്നെ കറസ്പോണ്ടിങ് സൈഡായ മറ്റേ ട്രയാങ്കിളിൻ്റെ സൈഡും ഈക്വൽ ആണെങ്കിൽ നമുക്കെന്ത് പറയാം, എസ് ക്രൈറ്റീരിയ പ്രകാരം ഈ രണ്ട് ട്രയാങ്കിളും കോൺഗ്രൻ്റ് ആണെന്ന് പറയാം. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ക്രൈറ്റീരിയ. ഇനി രണ്ടാമത്തെ ക്രൈറ്റീരിയ ആണ് എസ് ക്രൈറ്റീരിയ. എസ് ക്രൈറ്റീരിയ അല്ലെങ്കിൽ നമുക്ക് ക്രൈറ്റീരിയ എന്നല്ലാണ്ട് കോൺഗ്രൻസ് റൂൾ എന്നും പറയാം. ഓക്കെ, ഓർ കോൺഗ്രൻസ് റൂൾ എന്നും പറയാം. ഓക്കെ, ഇപ്പോൾ രണ്ടാമത്തേതാണ് എസ് സൈഡാണെന്ന് പറഞ്ഞു. അപ്പോൾ എ എന്തായിരിക്കും, ആംഗിളാണ്. ഓക്കെ, അപ്പോൾ എസ് ക്രൈറ്റീരിയ എന്തായിരിക്കും, അതാണ് രണ്ട് ട്രയാങ്കിൾ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതൊരു പേര് കൊടുക്കാം. ഇത് PQR ആണ്, ഇത് ട്രയാങ്കിൾ ABC ആണ്. അപ്പോൾ നമുക്ക് ഏതൊക്കെ ട്രയാങ്കിൾ തന്നു, ട്രയാങ്കിൾ ABCയും ട്രയാങ്കിൾ PQR, രണ്ട് ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ഇതിൽ PQ എന്ന സൈഡും AB എന്ന സൈഡും ഈക്വൽ ആണ്. ഓക്കെ, അതുപോലെ തന്നെ PR എന്ന സൈഡും AC എന്ന സൈഡും ഈക്വൽ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഒരു സൈഡ് ഇതേ ട്രയാങ്കിളിൻ്റെ മറ്റൊരു ട്രയാങ്കിളിൻ്റെ കറസ്പോണ്ടിങ് സൈഡും ഈക്വൽ ആണ്, ഈ ട്രയാങ്കിളിൻ്റെ ഒരു സൈഡും കറസ്പോണ്ടിങ് അടുത്ത ട്രയാങ്കിളിൻ്റെ സൈഡും ഈക്വൽ ആണ്. ഓക്കെ, ഇനി ഈ രണ്ട് സൈഡിൻ്റെയും നടുവിലുള്ള ആംഗിൾ, അതായത് ഈ രണ്ട് സൈഡിൻ്റെയും നടുവിലുള്ള ആംഗിൾ P ഈക്വൽ ടു ആംഗിൾ A. ഈ രണ്ട് സൈഡിൻ്റെയും ഈക്വൽ സൈഡിൻ്റെ ഈ ഇൻക്ലൂഡഡ് ആംഗിൾ. ഓക്കെ, ഇതിനെ നമ്മൾ ഇൻക്ലൂഡഡ് ആംഗിൾ എന്ന് പറയും. ഓക്കെ, ഈ രണ്ട് സൈഡിൻ്റെയും ഇടയിലുള്ള ആംഗിൾ അല്ലെങ്കിൽ ഇൻക്ലൂഡഡ് ആംഗിൾ, ഇതേ ട്രയാങ്കിളിലെ ഇൻക്ലൂഡഡ് ആംഗിളും ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്താ പറയാം,
എസ്, അതായത് രണ്ട് സൈഡും ഒരു നടുവിലുള്ള ആംഗിൾ അല്ലെങ്കിൽ ഇൻക്ലൂഡഡ് ആംഗിൾ എന്നാണ് നമ്മൾ പറയുന്നത്. ആ ക്രൈറ്റീരിയ വെച്ച് SAS ക്രൈറ്റീരിയ വെച്ച് ഈ രണ്ട് ട്രയാങ്കിളും കോൺഗ്രുവൻ്റ് ആണെന്ന് പറയാം. ഇതാണ് സെക്കൻഡ് ക്രൈറ്റീരിയ. ഓക്കെ, അടുത്ത ക്രൈറ്റീരിയ ആണ് ASA ക്രൈറ്റീരിയ. ASA ക്രൈറ്റീരിയ എന്തായിരിക്കും? A ആംഗിളാണ്, S സൈഡാണ്, A ആംഗിളാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തായിരിക്കും പ്രത്യേകത? ഇവിടെ ഇതേപോലെ തന്നെ രണ്ട് ട്രയാങ്കിൾ ഉണ്ട്, പക്ഷേ ഈ SAS-ഉം ASA തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇവിടെ രണ്ട് സൈഡും ഒരു ഇൻക്ലൂഡഡ് ആംഗിളുമാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. ഇവിടെയോ രണ്ട് ആംഗിളും ഒരു ഇൻക്ലൂഡഡ് സൈഡും ഈക്വൽ ആണെങ്കിൽ, ഓക്കെ, ഫോർ എക്സാമ്പിൾ ഈ ആംഗിളും ഈക്വൽ ആണ് എന്നിരിക്കട്ടെ. അതുപോലെ ഈ ആംഗിളും ഈക്വൽ ആണ് എന്നിരിക്കട്ടെ. ഓക്കെ, ദെൻ ഈ സൈഡും ഈക്വൽ ആണെങ്കിൽ, ഓക്കെ, ഈ ആംഗിളും അതേ കറസ്പോണ്ടിങ് ആംഗിളും ഈക്വൽ ആണ്, ഈ ആംഗിളും കറസ്പോണ്ടിങ് ആംഗിളായി ഇതും ഈക്വൽ ആണെങ്കിൽ, ദെൻ ഈ സൈഡും അതായത് രണ്ട് ആംഗിളിൻ്റെ ഇടയിലുള്ള സൈഡ്, അതായത് ഇൻക്ലൂഡഡ് സൈഡ്, ഈ ഇൻക്ലൂഡഡ് സൈഡും ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഈ രണ്ട് ട്രയാങ്കിളും എക്സാക്ട്ലി ഈക്വൽ ആണ്. ഓക്കെ, അതായത് ഈ ട്രയാങ്കിളിൻ്റെ എല്ലാ സൈഡും എല്ലാ ആംഗിളും ഈക്വൽ ആയിരിക്കും. ഓക്കെ, ആ റൂളാണ് ASA ക്രൈറ്റീരിയ ഓർ ASA കോൺഗ്രൻസ് റൂൾ എന്ന് പറയും. ഓക്കെ, ഇനി അടുത്ത റൂളാണ് AAS ക്രൈറ്റീരിയ. ഓക്കെ, ഇതിനൊരു പ്രത്യേകത ഉണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതുപോലെ തന്നെ രണ്ട് ട്രയാങ്കിൾ നമുക്കിതിലെ PQR ABC രണ്ട് ട്രയാങ്കിൾ. ഓക്കെ, ഇതിലൊക്കെ എന്തൊക്കെ ഈക്വലാണ്? രണ്ട് ആംഗിളും ഈക്വലാണ്, ഒരു സൈഡും ഈക്വലാണ്. പക്ഷേ ഇതിനൊരു പ്രത്യേകത ഉണ്ട്. ഇതിന് ഒന്നും ഇൻക്ലൂഡഡ് ആംഗിളോ ഇൻക്ലൂഡഡ് സൈഡും അല്ല. ഓക്കെ, ഏതെങ്കിലും രണ്ട് ആംഗിളും Q എന്ന ആംഗിളും ആംഗിൾ B എന്ന ആംഗിളും ഈക്വലാണ്. ആംഗിൾ P ആൻഡ് ആംഗിൾ A ഈക്വലാണ്. അതുപോലെ ഈ PR എന്ന സൈഡും AC എന്ന സൈഡും ഈക്വലാണ് എന്നിരിക്കട്ടെ. അതായത് രണ്ട് ആംഗിളും ഏതെങ്കിലും ഒരു സൈഡും. ഓക്കെ, അതേപോലെ തന്നെ ഇതേ ട്രയാങ്കിളിലെ കറസ്പോണ്ടിങ് രണ്ട് ആംഗിളും ഏതെങ്കിലും ഒരു സൈഡും ഈക്വൽ ആണെങ്കിൽ നമുക്കെന്ത് പറയാം? AAS ക്രൈറ്റീരിയ പ്രകാരം ഈ രണ്ട് ട്രയാങ്കിളും കോൺഗ്രുവൻ്റ് ആണെന്ന് പറയാം. ഓക്കെ, ഇതാണ് നാലാമത്തെ റൂൾ. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ റൂൾ ഈസ് ദെയർ. അതിനാണ് RHS റൂൾ എന്ന് പറയും. ഓർ RHS ക്രൈറ്റീരിയ, RHS റൂൾ, കോൺഗ്രൻസ് റൂൾ. ഓക്കെ, നമ്മൾ പഠിച്ചു A എന്ന് പറഞ്ഞ സൈഡാണ്, A എന്ന് പറഞ്ഞ ആംഗിളാണ്, S എന്ന് പറഞ്ഞ സൈഡാണ്. ഇതിലെന്താണ് Rഉം Hഉം Sഉം? ഓക്കെ, S സൈഡൊക്കെ ഈ Rഉം Hഉം എന്താണ്? അതാണ് നമ്മൾ രണ്ട് റൈറ്റ് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ഓക്കെ, രണ്ട് റൈറ്റ് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ഈ രണ്ട് റൈറ്റ് ട്രയാങ്കിൾ നോക്കിയാൽ നിങ്ങൾക്ക് ഈ Rഉം Hഉം കിട്ടും. എന്തായിരിക്കും ഈ H? ഒരു റൈറ്റ് ട്രയാങ്കിളുള്ള H എന്താണ്? അതാണ് ഹൈപ്പോട്ടന്യൂസ് അല്ലേ? ഈ ലെങ്തിനെ നമ്മൾ എന്താ പറയുക? ഈ സൈഡിനെ നമ്മൾ ഹൈപ്പോട്ടന്യൂസ് പറയും. ഓക്കെ, ഇത് രണ്ടും റൈറ്റ് ട്രയാങ്കിളാണ്. അപ്പോൾ ഈ രണ്ട് സൈഡാണ് ഹൈപ്പോട്ടന്യൂസ്. ഓക്കെ, അപ്പോൾ ഈ എന്തായിരിക്കും ഈ R ആണ് ഈ റൈറ്റ് ആംഗിൾ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ S എന്താണ്? ഏതെങ്കിലും ഒരു സൈഡ്. ഓക്കെ, അപ്പോൾ രണ്ട് റൈറ്റ് ട്രയാങ്കിൾ തന്നാൽ അതിൽ ഒരു റൈറ്റ് ആംഗിളും, ഓക്കെ, റൈറ്റ് ആംഗിൾ എപ്പോഴും എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ അതിലൊരു ചേഞ്ച് ഉണ്ടാവില്ല. രണ്ട് റൈറ്റ് ആംഗിളും ഒരു സെയിം ഹൈപ്പോട്ടന്യൂസും ഈക്വൽ ആണെങ്കിൽ, ദെൻ ഏതെങ്കിലും ഒരു സൈഡും ഈക്വൽ ആണെങ്കിൽ നമുക്കെന്ത് പറയാം?
ഈ രണ്ട് റൈറ്റ് ട്രയാങ്കിളും കറസ്പോണ്ടൻറ്റ് ഓർ കോൺഗ്രൻ്റ് ആണെന്ന് പറയാം. ഓക്കെ, കോൺഗ്രൻ്റ് ആയാൽ ഒരു പ്രത്യേകത ഉണ്ട്. ഇതിൻ്റെ കോൺഗ്രൻ്റ് ട്രയാങ്കിൾ ആണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാ കറസ്പോണ്ടിങ് ആംഗിൾസും കറസ്പോണ്ടിങ് സൈഡും ഈക്വൽ ആയിരിക്കും. ഓക്കെ, അതിന് പറയുന്ന പേരാണ് CPCT എന്ന് പറയും. ഓക്കെ, CPCT means corresponding parts of a congruent triangle. അതായത് നമുക്ക് ഈ രണ്ട് ട്രയാങ്കിൾ കോൺഗ്രൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ പറയാം? ഇതിൻ്റെ കറസ്പോണ്ടിങ് പാർട്സ് ഒക്കെ ഈക്വൽ ആണ്. അതായത് ഈ ട്രയാങ്കിളിലെ ഈ ആംഗിളും ഈ ട്രയാങ്കിളിലെ ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. ബിക്കോസ് ഈ രണ്ട് ട്രയാങ്കിളും കോൺഗ്രൻ്റ് ആണ്. കോൺഗ്രൻ്റ് ആണ് മീൻസ് നമ്മൾ ATM കാർഡ് പോലെ എല്ലാ സൈഡും എല്ലാ ആംഗിളും ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ആംഗിൾ ഈക്വൽ ആയിരിക്കും. അതുപോലെ തന്നെ ഈ രണ്ട് സൈഡും ഈക്വൽ ആയിരിക്കും. അതുപോലെ ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഒരു ട്രയാങ്കിളിൽ ഏതെങ്കിലും ഒരു സൈഡ് മറ്റൊരു ട്രയാങ്കിളിലെ സൈഡും ഈക്വൽ ആണെന്ന് കണ്ടുപിടിക്കാൻ ആ രണ്ട് ട്രയാങ്കിൾ കോൺഗ്രൻ്റ് ആണ് പ്രൂവ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ചാപ്റ്റർ 7ൻ്റെ ഇൻട്രൊഡക്ഷനാണ്. ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.